ആൻജീനെ സ്കൂളിൽ വിട്ടേച്ച് രാവിലെ സെയിൻറ്റ് പാട്രിക്സ് ചർച്ചിലെത്തി. അവിടെ സെയിൻറ്റ് പാട്രിക്സ് കമ്മ്യൂണിറ്റി ഹാളിൽ വുഡ് ആപ്പിളിൻ്റെ ക്രിസ്മസ് സെയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നാന്നാ പറയുന്നത്, പത്തായത്തിൽ നെല്ലുണ്ടേൽ എലി ഏത് ഗുദാമിന്നും പാഞ്ഞെത്തും എന്ന് പറയുന്ന പോലെ ഞാനും അവിടെ പാഞ്ഞെത്തി. ഇത്രയും രാവിലെയൊക്കെ വന്നതല്ലേ, പെട്ടെന്ന് സാധനം എടുത്ത് അങ്ങോട്ട് പോയേക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ദേണ്ടേ ഒരു പെരുന്നാളിനുള്ള ആളായിരുന്നു. നമുക്കത് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, സാധനങ്ങൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നുഴഞ്ഞു കയറി. പിന്നെ ആദ്യമേ തന്നെ നോക്കുന്നത് നമ്മുടെ കുഞ്ഞു മാലാഖമാരെയാണ്. അവിടെ നിന്ന് 2 പേരെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ എല്ലാം കണ്ടൊന്ന് നടന്നു. എനിക്ക് കൂടുതലും ഇത് എന്നാ പറയുക, വാങ്ങിച്ച് കൂട്ടുന്നതിലും ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അതിനെ ഒന്ന് കണ്ട് തൊട്ട് തലോടി എന്നാക്കിയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി ഞാനിങ്ങനെ നടന്നു. ഇവിടെ ഇത്തവണ കൂടുതലുണ്ടായിരുന്നത് ഈ വുഡ് കൊണ്ടുണ്ടാക്കിയ മിനിയേച്ചർ ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു കൂടുതലും. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്, കണ്ട് നടക്കാനായിട്ട്. ഇലംവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ 2-3 പേര് വന്ന് ഹായ് ഒക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്നാണെന്നറിയോ, ഒട്ടുമിക്കവരും എല്ലാ വർഷവും ഇവിടെ വുഡ് ആപ്പിളിൻ്റെ ക്രിസ്മസ് സെയിലിന് വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും അവർക്ക് ക്രിസ്മസിന് ഇങ്ങനെ വാരി പുണർന്ന് നടക്കുന്ന പോലെ തോന്നും. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വാങ്ങിച്ച സാധനങ്ങളുടെ അടുത്ത ന്യൂ എഡിഷൻ എന്താണ്, അതിനകത്ത് പുതുമ എന്താണ്, പുതിയ സംഗതികൾ എന്താണ് എന്നൊക്കെ നോക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നവരല്ലേ, അപ്പം ഒരേപോലെ മനസ്സുള്ളവരെന്നൊക്കെ നമുക്ക് തോന്നും. എന്നായാലും ആളും ബഹളം ഉണ്ടെന്നൊക്കെ വെച്ചാലും എനിക്ക് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റി. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ജസ്റ്റ് ഒരു മണിക്കൂർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊഴിച്ചാൽ എല്ലാം ശുഭം. പിന്നെ 2 സ്പെഷ്യൽ പാർട്ടീസ് എൻ്റെ കൂടെ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് പളുങ്ക്. മിലിയുടെ അടുത്ത് തന്നെ കൊണ്ട് നിർത്തി. ഇതാണ് നമ്മുടെ തളിര്. മുടിയൊക്കെ 2 വശത്തോട്ടും മെടഞ്ഞിട്ട് ചുന്ദരിക്കാത തളിരിനെയും പളുങ്കിൻ്റെ അടുത്ത് തന്നെ നിർത്തി കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന അവരുടെ അങ്കലാപ്പൊക്കെ വേണ്ട ചില്ലുകൂടാരത്തിലെത്തിയപ്പോഴേക്ക് പമ്പ കടന്നു.